വിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ അടുത്തറിയുവാനായി സ്പേസ് ചാനൽ ഒരുക്കുന്ന തീർത്ഥാടനത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തീർത്ഥാടനത്തിൻ്റെ ഓരോ വിചിന്തനങ്ങൾ കേൾക്കുമ്പോഴും ദൈവാനുഗ്രഹത്തിൻ്റെ വരമാരി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരള മണ്ണിൽ ജീവിച്ച് സഹിച്ച് മരിച്ച് പുണ്യജീവിതത്തിൻ്റെ വഴികാട്ടിയായി മാറിയ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ പുണ്യവതിയെയാണ് ഇന്ന് നാം തീർത്ഥാടനത്തിൽ അനുസ്മരിക്കുന്നത്. ആ അമ്മയുടെ ആത്മീയ പിതാവായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് വിധേയത്തലച്ചൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്നും ആ അമ്മ തന്നെ എഴുതിയ നിരവധിയായ കത്തുകളിൽ നിന്നും വായിച്ചെടുത്ത ചരിത്രമാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവചരിത്രമായി നാം ഇന്ന് അറിയുന്നത്. പുത്തൻചിറ ഇടവകക്കാരായ മങ്കിടിയാൻ, കുഞ്ഞിത്തൊമ്മൻ, താണ്ട എന്നിവരുടെ മകളായി 1876 ഏപ്രിൽ 26 ത്രേസ്യ ജനിച്ചു. പുത്തൻചിറ സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് മാമോദിസ സ്വീകരിച്ച വേളയിൽ അവൾക്ക് നൽകപ്പെട്ടത് ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 1904 ഡിസംബർ 8 പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷയായി അമ്മയുടെ പേര് മറിയം ത്രേസ്യ എന്നാക്കി മാറ്റി. ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനേക ശില്പി, മനുഷ്യകൃത്താം കനകത്തെയേതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. കവി ഈ വരികൾ എഴുതിയപ്പോൾ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ ഓർമ്മിച്ചിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇളം പ്രായത്തിൽ തന്നെ തൻ്റെ നാഥനായ ഈശോയുടെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ച അമ്മയ്ക്ക് ദൈവം പല വിധത്തിലുള്ള വ്യഥകളും ആകുലതകളും നൽകി വിശുദ്ധിയുടെ പാതയിൽ നയിച്ചു. ലോകവ്യാപാരങ്ങളിൽ നിന്നും ഓടി അകലാനായി വനവാസത്തിനും കന്യാമഠ പ്രവേശനത്തിനും അമ്മ പലവട്ടം പരിശ്രമിച്ചു. പക്ഷേ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ അമ്മ പുത്തൻചിറയിലേക്ക് തിരിച്ചു വരികയും താപസ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. നാടിനും നാട്ടുകാർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ചാലകമായി വർത്തിക്കുകയായിരുന്നു ആ അമ്മ. സഹനങ്ങളും തെറ്റിദ്ധാരണകളും പഞ്ചക്ഷതങ്ങളും ഏറ്റുവാങ്ങിയ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ തിരുക്കുടുംബ സന്യാസിനി സഭ സ്ഥാപിച്ച് തൻ്റെ പൈതൃകം തൻ്റെ ആത്മീയ മക്കളിലൂടെ ഇന്നും നമ്മുടെ ഇടയിൽ തുടരുന്നു. 1926 ജൂൺ 8 തൻ്റെ 50ാമത്തെ വയസ്സിൽ മറിയം ത്രേസ്യ തൻ്റെ മണവാളൻ്റെ സന്നിധിയിലേക്ക് തിരികെ യാത്രയായി. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. ദൈവകരുണയിൽ ആശ്രയിച്ച ധന്യജീവിതമായിരുന്നു വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടേത്. നിഗൂഢ ജീവിതത്തിൻ്റെ ചൂരലഴിച്ച് ദൈവവിളിക്ക് പുതിയ മാനം നൽകിയ ജീവിതമായിരുന്നു ആ അമ്മയുടേത്. ഇളം പ്രായത്തിൽ തന്നെ തൻ്റെ ഈശോയുടെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ച അമ്മയ്ക്ക് ദൈവം പല വിധത്തിലുള്ള വ്യഥകളും ആകുലതകളും നൽകി വിശുദ്ധിയുടെ പാതയിൽ നയിച്ചു. ലോകവ്യാപാരങ്ങളിൽ നിന്നും ഓടി അകലാനായി വനവാസത്തിനും കന്യാമഠ പ്രവേശനത്തിനും അമ്മ പലവട്ടം പ്രയത്നിച്ചു. പക്ഷേ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ അമ്മ പുത്തൻചിറയിലേക്ക് തിരികെ വരികയും താപസ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. നാടിനും നാട്ടുകാർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ചാലകമായി വർത്തിക്കുകയായിരുന്നു ആ അമ്മ. സഹനങ്ങളും തെറ്റിദ്ധാരണകളും പഞ്ചക്ഷതങ്ങളും ഏറ്റുവാങ്ങിയ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ തിരുക്കുടുംബ സന്യാസൻ്റെ സഭ സ്ഥാപിച്ച് തൻ്റെ പൈതൃകം തൻ്റെ ആത്മീയ മക്കളിലൂടെ ഇന്നും നമ്മുടെ ഇടയിൽ തുടരുന്നു. 1926 ജൂൺ 8 തൻ്റെ 50ാമത്തെ വയസ്സിൽ മറിയം ത്രേസ്യ തൻ്റെ മണവാളൻ്റെ സന്നിധിയിലേക്ക് തിരികെ യാത്രയായി. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. ദൈവകരുണയിൽ ആശ്രയിച്ച് ധന്യജീവിതമായിരുന്നു വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടേത്. നിഗൂഢ ജീവിതത്തിൻ്റെ ചുരുളഴിച്ച് ദൈവവിളിക്ക് പുതിയ മാനം നൽകിയ ജീവിതമായിരുന്നു ആ അമ്മയുടേത്. സർവവും ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കാൻ അരുൾ ചെയ്ത ക്രിസ്തുനാഥനെ തൻ്റെ ആത്മീയ പിതാവിലും അധികാരികളിലും കണ്ടെത്താൻ ആ അമ്മയ്ക്ക് സാധിച്ചു. അനുസരണ വ്രതത്തിൽ ആ അമ്മയ്ക്കുണ്ടായിരുന്ന അവിസ്മരണീയ പ്രതിബദ്ധത ഒത്തിരി ശാരീരിക മാനസിക പീഡനകൾ ആ അമ്മയ്ക്ക് ഏറ്റെടുക്കേണ്ടവയായിരുന്നു. ദിവ്യബലി സ്വീകരണത്തിലും ഭക്ഷണക്രമങ്ങളിലും ഊരുവിലക്ക് കൽപ്പിക്കപ്പെട്ടപ്പോഴും അതൊക്കെ ദൈവത്തിലേക്കുള്ള കല്ലും മുള്ളും നിറഞ്ഞ പാതകളായി അമ്മ തിരിച്ചറിഞ്ഞു. പുത്തൻചിറയിലെ ഈ പഞ്ചക്ഷരധാരണിയെ നാം ഇന്ന് അനുസ്മരിക്കുമ്പോൾ നാം
നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ അമ്മ എന്നോട് എന്താണ് ഇന്ന് പറയുന്നത്? പരിശുദ്ധ മറിയവും ദൈവദൂതന്മാരും മാലാഖമാരും സാത്താൻ്റെ കിങ്കരന്മാരുമൊക്കെ നേരിട്ട് അമ്മയോട് സംസാരിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തപ്പോഴും ഈ പുണ്യവതിയുടെ ജീവിതം എനിക്ക് എന്താണ് നൽകുന്നത് എന്ന് നാം ഇന്ന് ചോദിക്കണം. ഒന്നാമതായി, തിരഞ്ഞെടുത്ത ജീവിതാന്തത്തിൻ്റെ സഹനങ്ങൾ ദൈവഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കണം. കാരണം ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. അനുസരണ വ്രതം കൊണ്ട് ഇരു കൈകളിലും, ദാരിദ്ര്യവ്രതം കൊണ്ട് ഇരു കാലുകളിലും, ബ്രഹ്മചര്യ വ്രതം കൊണ്ട് ഹൃദയത്തിലും അമ്മ തിരുമുറിവുകൾ ഏറ്റുവാങ്ങി. രണ്ടാമതായി, ദൈവഹിതത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങുക. ജോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ ചാവറ കുര്യാക്കോസ് പിതാവ് പറയുന്നതും മറ്റൊന്നല്ല, ദൈവഹിതം നടക്കും. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ കൗമാരകാലം മുതൽ അവസാന കാലഘട്ടം വരെ ഒത്തിരിയേറെ മാനസിക പീഡകളിലൂടെ അമ്മ കടന്നു പോകേണ്ടതായി വന്നു. അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരു വശത്ത്, ശാരീരിക പീഡകളും ആത്മീയ വ്യഥകളും മറുവശത്ത്. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു അമ്മയുടെ സഹനങ്ങൾ. പക്ഷേ പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയും തൻ്റെ ജീവിതം കൊണ്ട് ഏറ്റുപറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്കും നിങ്ങൾക്കും ഓരോ സാഹചര്യങ്ങളിൽ വളരുവാൻ ആ സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ്. ചിലർക്ക് ധാരാളം പണമുണ്ടായിരിക്കാം, മറ്റു ചിലർ സാമ്പത്തികമായി പിന്നോക്കമായിരിക്കാം, ചിലർക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമായിരിക്കാം, മറ്റു ചിലർക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. എങ്കിലും ഓർക്കുക, ഞാൻ എന്താണ് എന്നുള്ളത് എൻ്റെ ദൈവത്തിന് നന്നായിട്ടറിയാം. ആയിരിക്കുന്ന അവസ്ഥയെ മുഴു ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും എൻ്റെ സഹോദരനിൽ ദൈവത്തെ കണ്ട് സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിതവും നമുക്ക് നൽകുന്ന പാഠവും ഇതുതന്നെയാണ്. ആ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളും സഹനങ്ങളും സ്വർഗരാജ്യത്തെ പ്രതി ഏറ്റെടുക്കുവാനും അതുവഴി അനേകം ആത്മാക്കളെ സ്വർഗത്തിലെത്തിച്ചേരുവാനും ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.